Hello, my dear students, and welcome back to KT Online Study App. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് വിത്ത് ദ ലെക്ചർ നമ്പർ 2, അതായത് മോഡ്യൂൾ 1-ലെ പാർട്ട് 2 സീരീസ് ആണ് ഓഫ് ദ സബ്ജക്ട് അനലോഗ് സർക്യൂട്ട്സ്. അപ്പോൾ ഈ സബ്ജക്ട് വരുന്നത് നമ്മുടെ KT 2024 സ്കീമിലെ നമ്മുടെ ഗ്രൂപ്പ് ബിയിലെ സ്റ്റുഡൻസിന് S3-ൽ പഠിക്കാനുള്ള ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, സോ ഈ സബ്ജക്റ്റിന്റെ അഡ്വാൻറ്റേജും അതിന്റെ ഡിസഡ്വാൻറ്റേജും അത് പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്നും നമ്മുടെ സ്റ്റഡി പ്ലാനും കാര്യങ്ങളെല്ലാം ഞാൻ ലെക്ചർ 1-ൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് ലെക്ചർ 1-ൽ ഓൾസോ നമ്മൾ ഏതുവരെ പഠിച്ചു നിർത്തിയിരുന്നേ, നമ്മുടെ ഹൈ പാസ് ഫിൽറ്റർ, നമ്മുടെ RC ഫസ്റ്റ് ഓർഡർ RC ഹൈ പാസ് ഫിൽറ്റർ, അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ്, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു, അതിന്റെ നമ്മളിപ്പോൾ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എങ്ങനെയാണ് വരുന്നത്, അതിന്റെ പാസ് ബാൻഡ്, സ്റ്റോപ്പ് ബാൻഡ്, കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താണ്, എന്തുകൊണ്ടാണ് കട്ട് ഓഫ് ഫ്രീക്വൻസിനെ നമ്മൾ -3 dB ഫ്രീക്വൻസി എന്ന് പറയാനുള്ള കാരണം, ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്. അതിനെ പറ്റി പഠിച്ചു അല്ലേ. അപ്പോൾ എന്നിട്ട് ഫൈനലി നമ്മൾ കൺക്ലൂഡ് ചെയ്തത് എന്ത് വെച്ചിട്ടായിരുന്നു, നമ്മുടെ ഈ പറയുന്ന ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്ന സർക്യൂട്ടിലോട്ട് ഞാനൊരു സ്റ്റെപ്പ് ഇൻപുട്ട് സിഗ്നൽ ഇൻപുട്ട് ആക്കി കൊടുത്താൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നും നമ്മൾ അനലൈസ് ചെയ്തു. അപ്പൊ അത്ര വരെയാണ് നമ്മൾ നോക്കി നിർത്തിയേക്കുന്നത്. സോ ഇൻ ദിസ് ലെക്ചർ ആക്ച്വലി വിൽ ബി കണ്ടിന്യൂയിങ് വിത്ത് ദ നെക്സ്റ്റ് ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്, ദാറ്റ് ഇസ് ദ ലോ പാസ് ഫിൽറ്റർ. ഓക്കെ, സോ വിൽ ഗെറ്റ് ഓൺ ടു ദ സിലബസ്. ഓൾറൈറ്റ്, ഇപ്പൊ സിലബസിൽ നമ്മുടെ അടുത്ത പാർട്ടാണ് നമ്മുടെ RC ലോ പാസ് ഫിൽറ്റർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ലോ പാസ് ഫിൽറ്റർ നമ്മുടെ ഹൈ പാസ് ഫിൽറ്ററുള്ള ഡിഫറൻസ് എന്തായിരുന്നു, നമുക്ക് ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ സർക്യൂട്ടിൽ നമുക്ക് ആദ്യം ഇനീഷ്യലി ഇവിടെ ഇതുപോലെ ഇൻപുട്ട് സൈഡിൽ വന്നിട്ട് കപ്പാസിറ്റർ ഫോളോഡ് ബൈ ഒരു റെസിസ്റ്റർ വന്നേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഡയറക്ട്ലി അക്രോസ് ദ കപ്പാസിറ്ററും ആയിരുന്നു, ഔട്ട്പുട്ട് എടുക്കുന്നത് ഡയറക്ട്ലി അക്രോസ് ദ റെസിസ്റ്ററും ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ കഥയാകെ മാറി. കാരണം എന്താ, നമ്മൾ ഇൻപുട്ട് സിഗ്നൽ Vin കൊടുക്കുന്നത് അക്രോസ് ആരായിരുന്നു, റെസിസ്റ്റർ ആയിട്ട് മാറി. അതുപോലെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന വോൾട്ടേജ് എടുക്കുന്നത് ഏതിന് അക്രോസ് ആണ്, കപ്പാസിറ്ററിന് അക്രോസും ആയിട്ട് മാറി. ഇതാണ് മെയിൻ ഫണ്ടമെന്റൽ വ്യത്യാസം. സോ നമ്മുടെ ഒരു ഡിഫറൻസ് ആയിട്ടാണെങ്കിൽ പറയാൻ പറ്റും ഹൈ പാസും ലോ പാസും തമ്മിൽ. ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഹൈ പാസ് ഫിൽറ്ററിൽ വരുമ്പോഴേക്കും ഔട്ട്പുട്ട് അക്രോസ് റെസിസ്റ്റർ ആണെങ്കിൽ ലോ പാസിലും ഔട്ട്പുട്ട് അക്രോസ് കപ്പാസിറ്റർ. ഇവിടെ കപ്പാസിറ്റർ ഇൻ സീരീസ് ആണ് കണക്ട് ചെയ്യുന്നത്, അല്ലെ ഇവിടെയാണ് കണക്ട് ചെയ്തെങ്കിൽ ഇപ്പൊ കപ്പാസിറ്റർ നമ്മൾ ഷണ്ട് ആയിട്ടോ അല്ലെങ്കിൽ പാരലൽ ആയിട്ടോ കണക്ട് ചെയ്തിരിക്കുന്നത് ടു ദ ഗ്രൗണ്ട്. പിന്നെ നമ്മുടെ ഹൈ പാസ് ഫിൽറ്റർ ഹൈ ഫ്രീക്വൻസി പാസ് ചെയ്യുമെങ്കിൽ ലോ പാസ് ഫിൽറ്റർ ആരെ പാസ് ചെയ്യും, ആ പേരിൽ തന്നെ മനസ്സിലാവും, ലോ ഫ്രീക്വൻസിയാണ് അത് പാസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ലൈക്ക് ഇൻ ദ കേസ് ഓഫ് ഹൈ പാസ് ഫിൽറ്റർ, ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട് കഴിഞ്ഞ ലെക്ചർ തീർന്നപ്പോൾ, ആ ലെക്ചർ 1 കണ്ട് നിങ്ങൾ മനസ്സിലാക്കി ഉറപ്പുവരുത്തിയിട്ടേ സെക്കൻഡ് പോർഷനിലോട്ട് പോകാവൂ. കാരണം ഹൈ പാസിൽ നമ്മൾ പറഞ്ഞതിന്റെ നേരെ സിമിലർ സ്റ്റെപ്പാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ ലെക്ചർ 1 കണ്ടിട്ടില്ല, അപ്പൊ നേരെ ചെന്ന് നമ്മുടെ ലെക്ചർ 1 കൂടെ കാണുക. ഓക്കെ, ലെക്ചർ 1 ഒന്നുകിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കുക, KT ഓൺലൈൻ സ്റ്റഡി ആപ്പ് യൂട്യൂബ് ചാനലിൽ നമ്മുടെ അനലോഗ് സർക്യൂട്ടിന്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, നമ്മുടെ കോഴ്സ് ആയിട്ട് തന്നെ ഇട്ടേക്കുന്നുണ്ട്, അപ്പൊ അതിൽ കയറി നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ നേരെ KT ഓൺലൈൻ സ്റ്റഡി ആപ്പ് .com-ലോ അല്ലെങ്കിൽ KTOnlineStudy.com-ലോ അല്ലെങ്കിൽ KT ഓൺലൈൻ സ്റ്റഡി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് S3 സെമസ്റ്ററിന്റെ അണ്ടറിൽ നമ്മുടെ സബ്ജക്ട് കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതിൻ്റെ അകത്തും നമ്മുടെ ഫുൾ സബ്ജക്ട് അവൈലബിൾ ആണ്. ഓക്കെ, അതിന്റെ ലെക്ചർ 1 പോയി കണ്ടാലും മതിയാവും. ഇനിവേ അത് കണ്ടിട്ടേ ഇത് കണ്ടിന്യൂ ചെയ്യാവൂ, ഇല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഇച്ചിരി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, കാരണം ഒത്തിരി ഫണ്ടമെന്റൽസ് അവിടെ ഞാൻ കവർ ചെയ്തിരുന്നു. ഓൾറൈറ്റ്, അപ്പൊ ഇവിടെ നമ്മൾ ലോ പാസ് ഫിൽറ്റർ വരികയെ നമ്മുടെ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേസ് അനലൈസ് ചെയ്യുന്നത്. അതായത് ഇവിടെയും നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെയും നമ്മുടെ ഈ സർക്യൂട്ടിൽ വരുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇതിന് അക്രോസ് ആയിട്ടുള്ള നമ്മുടെ റെസിസ്റ്റൻസ് R ആണ്. കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന് പകരം നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യും, നമ്മൾ ഇംപെഡൻസ് ഡിഫൈൻ ചെയ്യും, അല്ലെങ്കിൽ റിയാക്ടൻസ് പറയും. റിയാക്ടൻസ് എങ്ങനെയാണ്, X = 1/jωc പറയും. ആൻഡ് ഇതിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഇക്വലന്റ് ടേം ആണ് ഞാൻ ZC ഇംപെഡൻസ് എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ അത്രയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലോ ഫ്രീക്വൻസി ഓപ്പറേഷന് ബേസിക്കലി ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെ വർക്ക് ചെയ്യണ്ടേ, ഞാൻ എന്റെ ഫ്രീക്വൻസി വേഴ്സസ് ഗെയിൻ എന്ന് പറഞ്ഞ ഗ്രാഫ് എടുത്താൽ ഇതൊരു ലോ പാസ് ഫിൽറ്റർ ആണ്. അതായത് FC എന്ന് പറയുന്നത് നമ്മുടെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണെങ്കിൽ, അല്ലെങ്കിൽ -3 dB ഫ്രീക്വൻസി ആണ് കട്ട് ഓഫ് ഫ്രീക്വൻസി എങ്കിൽ, ഈ F = 0 തൊട്ട് FC വരെയാണ് ലോ ഫ്രീക്വൻസി സിഗ്നൽസ് നമ്മൾ ഡിഫൈൻ ചെയ്തല്ലേ. എന്നാൽ ആ സിഗ്നൽസിനെ മാത്രം കടത്തി വിടുന്നുണ്ട്, അതായത് ദിസ് ബിക്കംസ് എ പാസ് ബാൻഡ്. അതിനുശേഷം വരുന്ന എല്ലാ ഹൈ ഫ്രീക്വൻസിനെയും സ്റ്റോപ്പും ചെയ്യുന്നുണ്ട്, സോ ദാറ്റ് ബിക്കംസ് എ സ്റ്റോപ്പ് ബാൻഡ്, ഇത് പാസ് ബാൻഡ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഐഡിയൽ ആയിട്ടുള്ള നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കുന്നെങ്കിലും റിയാലിറ്റിക്കലി എന്ത് വരും, റിയാലിറ്റിക്കലി ആ ഗ്രാഫ് ഇങ്ങനെ ലീനിയർലി പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത് ആസ് എ ഡിഫറെന്റ് കേസസ്. അപ്പൊ കേസ് 1-ൽ ഞാൻ പറയുന്നത് ലോ ഫ്രീക്വൻസി ഓപ്പറേഷൻ, അതായത് F<FC ഈ റേഞ്ചിലുള്ള ഓപ്പറേഷൻ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്ത് പറ്റുന്നുണ്ട്, അപ്പൊ ലോ ഫ്രീക്വൻസി ആയിരിക്കവേ നമ്മുടെ കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്താണ്,
XC will be equal to 1 by 2 pi FC എന്നല്ല ഡിഫൈൻ ചെയ്യുന്നത്. സോ വി നോ ദാറ്റ് ഫ്രീക്വൻസി കുറയുമ്പോഴേക്കും എന്ത് പറ്റുന്നുണ്ട്, റിയാക്ടൻസ് കൂടും. സോ ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ വരുമ്പോഴേക്കും ഈ സർക്യൂട്ടിൽ എന്ത് പറ്റും, ഒരു ലോ ഫ്രീക്വൻസി ഇൻപുട്ട് സിഗ്നൽ ആണ് വരുന്നതെങ്കിൽ ഈ കപ്പാസിറ്റൻസിന്റെ റിയാക്ടൻസ് എന്ത് പറ്റുന്നുണ്ട്, ഒത്തിരി കൂടുന്നുണ്ട്. സോ ബേസിക്കലി റിയാക്ടൻസ് കൂടുന്തോറും കപ്പാസിറ്റൻസിന്റെ ഒപ്പോസിഷൻ കൂടും. അത് കാരണം കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഇവിടെ ഒന്നുമില്ല, ഈ ഒരു കണക്ഷനെ ഇവിടെ ഇല്ലാത്തതിന് ഇക്വലന്റ് ആണ്. അപ്പൊ ഈ ഒരു കണക്ഷൻ ഇവിടെ ഇല്ല, മനസ്സിലായോ? ഈ കാണുന്ന ലൈനെ ഇവിടെ ഇല്ല എങ്കിൽ ഇവിടെ നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്താൽ ഈ റെസിസ്റ്റർ വഴി പാസ് ചെയ്ത് അതിന്റെ നേരെ ഔട്ട്പുട്ടിലോട്ട് പോയിക്കൂടെ? മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ നടുക്കുള്ള ഈ ലൈനേ ഇല്ല. ആ ലൈൻ ഇല്ലാത്ത വശം ഈ സിഗ്നലിന് ഇതുപോലെ തന്നെ ഇവിടെ എത്തും. അതായത് ഔട്ട്പുട്ട് സിഗ്നൽ വിൽ ബി എക്സാക്ട്ലി ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കും, ഇൻപുട്ട് തന്നെ ആയിരിക്കും. കാരണം എന്താണെന്നറിയോ? കാരണം നോക്കിയേ, നമ്മുടെ ഇപ്പൊ സർക്യൂട്ട് ഞാൻ റീഡ്രോ ചെയ്ത് കാണിച്ചാലും ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ ഇൻപുട്ട് സൈഡിൽ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്, അവിടെ നിന്ന് ഡയറക്ട്ലി ഔട്ട്പുട്ട്. ഇങ്ങനെയാണ് നമ്മുടെ സർക്യൂട്ട് ഇരിക്കുന്നത്. ഇതിന് എക്രോസ് ആയിട്ട് ഇവിടെ ആരില്ല, ഇവിടെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കവേ നമ്മുടെ ഈ സർക്യൂട്ട് ഉണ്ട് ഇങ്ങനെ. നമ്മൾ ഇവിടെ ഞാനിപ്പോ കറണ്ട് വരയ്ക്കുകയാണ്. നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്ന കാരണം ഇവിടുത്തെ ഒരു കറണ്ട് വരുമല്ലോ. ആ കറണ്ടിന് ഫ്രീ ഫ്ലോ ആയിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ട്. കാരണം കപ്പാസിറ്റർ ഇല്ല, ബ്ലോക്ക് ചെയ്യാനായിട്ട് ആരുമില്ല. അപ്പൊ ആ കറണ്ടിന് ഫ്രീ ഫ്ലോ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്ററിന്റെ വോൾട്ടേജ് ആക്ച്വലി വെരി വെരി ലോ ആയിരിക്കും. മനസ്സിലായോ? കാരണം കറണ്ടിന് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എന്ന് പറയുന്നത് വെരി സ്മോൾ ആയിരിക്കും. ആ വോൾട്ടേജ് കുറവാകുന്നുള്ളതുകൊണ്ടാണ് കറണ്ടിന് കൂടുതൽ സ്പീഡിൽ ബൈപ്പാസ് ചെയ്ത് പോകാൻ പറ്റുന്നത് വിത്ത് വെരി ലീസ്റ്റ് റെസിസ്റ്റൻസ്. മനസ്സിലായോ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. നോക്കി, നമ്മുടെ എക്സ് സി എന്ന് ഈ എഫ് സിയുടെ വാല്യൂ കുറയും തോറും എക്സ് സി വിൽ ബിക്കം ഗ്രേറ്റർ. സോ എക്സ് ഈസ് വെരി ലാർജ്. അപ്പോൾ ഒരു ലാർജ് റിയാക്ടൻസ് മീൻസ് ദ കപ്പാസിറ്റർ ഓഫേഴ്സ് എ ഹൈ ഒപ്പോസിഷൻ ടു കറന്റ് ആൻഡ് ബിഹേവ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എൻ ഓപ്പൺ സർക്യൂട്ട്. അത് നമുക്ക് മനസ്സിലായി. എങ്കിൽ because almost no current flows through the capacitor, the voltage drop across the resistor എന്താവും, വെരി സ്മോൾ ആവും. അതായത് വി ആർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 തന്നെ ആവും. അതുകൊണ്ട് കറണ്ട് ഫ്രീ ഫ്ലോ ആയിട്ട് പാസ് ചെയ്തു പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സർക്യൂട്ടിൽ എങ്ങനെ പറയും? ആ സർക്യൂട്ടിൽ നമുക്ക് ഇവിടെ എന്തുണ്ടായിരുന്നു, റെസിസ്റ്റർ ഉണ്ടായിരുന്നു, ഇവിടെ കപ്പാസിറ്റർ ഉണ്ടായിരുന്നു. ഇങ്ങനല്ലേ ഇരുന്നേ. ഈ സർക്യൂട്ടിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഇൻപുട്ട് വോൾട്ടേജ് വി ഐ കൊടുക്കുന്നുണ്ട്, ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി ആർ, ഈ വോൾട്ടേജ് വി സി പറഞ്ഞാൽ ഞാൻ ക്രിച്ചോഫ്സ് വോൾട്ടേജിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറയും? വി ഐ എന്ന് പറയുന്ന വോൾട്ടേജ് വി ഐ മൈനസ് വി ആർ മൈനസ് വി സി ഈക്വൽ ടു 0 ആയിരുന്നു അല്ലെ? ഇത് കഴിഞ്ഞ ലെക്ചറിൽ മോഡ്യൂൾ 1 പാർട്ട് 1 ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത് എങ്ങനെയാണ് ഇക്വേഷൻ കിട്ടിയത്? ഓക്കെ, സോ അത് ചെക്ക് ചെയ്യാം. വി ഗോട്ട് ദിസ് KVL ഇക്വേഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വി ഐ വിൽ ബി ഈക്വൽ ടു എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വി ആർ പ്ലസ് വി സി ഡിഫൈൻ ചെയ്യാം. And now we know that this VR ന്റെ value is approximately equal to 0 ആയതുകൊണ്ട് ഇവിടെ ഈ ടേം VR 0 ആയിട്ട് പോകും. അപ്പൊ VR മാറുന്ന സമയത്ത് എന്ത് പറ്റും? വി ഐ വിൽ ബി ഈക്വൽ ടു വി സി എന്ന് കിട്ടും. അതായത് ഇൻപുട്ടിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് എന്താണോ അത് അതുപോലെ തന്നെ എന്ത് പറ്റുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്ത് ഇവിടെ കിട്ടുന്നുണ്ട് എന്നാണ് മീനിങ് വരുന്നത്. ആൻഡ് വി നോ ദാറ്റ് നമ്മൾ ഔട്ട്പുട്ട് ഇപ്പൊ വി നോട്ട് എടുക്കുന്നത് കപ്പാസിറ്റർ അക്രോസ് ആയിട്ടാണ് അല്ലെ? നേരത്തെ HPFൽ വി നോട്ട് വാസ് ഈക്വൽ ടു ഇവിടുത്തെ റെസിസ്റ്റർ ആണെങ്കിൽ, റെസിസ്റ്ററിന്റെ വോൾട്ടേജ് ആണെങ്കിൽ ഇവിടെ വി നോട്ട് എന്ന് പറയുന്നത് സ്റ്റേക്കിന് അക്രോസ് കപ്പാസിറ്റർ വോൾട്ടേജ് ആണ്. അപ്പൊ അതുകൊണ്ട് വി സി എന്ന് പറയുന്നത് നമ്മുടെ കപ്പാസിറ്റർ വോൾട്ടേജ് എക്സാക്ട്ലി ഈക്വൽ ടു എന്ത് തന്നെയാണ്? നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. വി സി വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വി നോട്ട് ആണ്. വി ഐ വാസ് ഇനീഷ്യലി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വി സി. ആ വി സി വാസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വി നോട്ട് ആണെങ്കിൽ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്ത് എന്ത് പറയാൻ പറ്റും? വി ഐ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വി നോട്ട് എന്ന് പറയാമല്ലോ. അതായത് ഇൻപുട്ടിൽ എന്താണ് കൊടുക്കുന്നത് അത് അതുപോലെ ഔട്ട്പുട്ട് കിട്ടും. എപ്പോഴാണ്? ഫ്രീക്വൻസി കുറയുമ്പോൾ അല്ലെ? ഫോർ ലോ ഫ്രീക്വൻസി. ഓക്കെ, സോ ലോ ഫ്രീക്വൻസി വി ഇൻപുട്ട് വിൽ ബി ഈക്വൽ ടു വി ഔട്ട്പുട്ട് ആയി. അത് മീനിങ് കറക്റ്റ് അല്ലേ? ലോ ഫ്രീക്വൻസി ആവുന്ന ടൈമിലാണ് ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട് സിഗ്നൽ കുറവാകുമ്പോഴാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ അതുപോലെ തന്നെ ഔട്ട്പുട്ട് സിഗ്നൽ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഹൈ ഫ്രീക്വൻസി ഓപ്പറേഷൻ നോക്കി. ഹൈ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എഫ് ഗ്രേറ്റർ ദാൻ എഫ് സിയിൽ എന്ത് സംഭവിക്കണം? ആക്ച്വലി ഔട്ട്പുട്ടിൽ എന്തെങ്കിലും വോൾട്ടേജ് വരുമോ? വരാൻ പാടില്ല, അത് 0 ആവണം. ഇനി അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പൊ നമ്മുടെ റിയാക്ടൻസിന്റെ ഇക്വേഷൻ നോക്കിയാൽ എഫ് സി ബിക്കംസ് വെരി ഹൈ ആണെങ്കിൽ റിയാക്ടൻസ് ബിക്കം വെരി ലോ. അതായത് നമ്മുടെ സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ റെസിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ കപ്പാസിറ്റർ എന്ന് പറയുന്നത് കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് വെരി ലോ ആയാൽ അത് ബേസിക്കലി എന്ത് ആക്ട് ചെയ്യില്ല, അതിന്റെ റെസിസ്റ്റൻസ് വളരെ, അതിന്റെ റിയാക്ടൻസ് കുറവാണ്, അതിന്റെ ഒപ്പോസിഷൻ കുറവാണെങ്കിൽ ആ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വെരി മിനിമൽ ആവും അല്ലെ? വെരി വെരി മിനിമൽ ആയിട്ട് അത് ബേസിക്കലി ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും അല്ലെ? ഇങ്ങനെ ആയിട്ട് ആക്ട് ചെയ്യും. മനസ്സിലായോ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇവിടെ ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്താൽ, ഒരു ഹൈ ഫ്രീക്വൻസി ഇൻപുട്ട് കൊടുത്താൽ ആ സിഗ്നലിന്റെ കറണ്ട് നേരെ വന്ന് ഈ ജംഗ്ഷനിൽ എത്തിയിട്ട് അത് നോക്കും. ഓക്കെ, അത് നോക്കിയിട്ട് അതിനൊന്നെങ്കിൽ ഇങ്ങോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകാൻ പറ്റും.
അപ്പൊ കറണ്ട് എപ്പോഴും ഏറ്റവും ലീസ്റ്റ് റെസിസ്റ്റീവ് പാത്തേ ചൂസ് ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതെന്ത് ചെയ്ത്, കാരണം ഇവിടെ നമ്മൾ ഗ്രൗണ്ടിലോട്ടല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഈ കറണ്ട് നേരെ വന്നാൽ ഗ്രൗണ്ടിലോട്ട് അങ്ങ് പോകും. ഈ കപ്പാസിറ്റർ ഇരിക്കുന്ന ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യില്ലേ, അപ്പൊ അതുകൊണ്ട് നേരെ അത് ഗ്രൗണ്ടിലോട്ട് അങ്ങ് പോകും. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നു നോക്കിയേ, എക്സ് വെരി സ്മോൾ ആയി, കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആക്കി ആക്ട് ചെയ്യും. അപ്പൊ കറണ്ട് എന്ത് പറ്റും, കപ്പാസിറ്ററിൽ നിന്ന് ഗ്രൗണ്ടിലോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഇവിടെ വരുന്ന കറണ്ട് മൊത്തം താഴോട്ട് പോയാൽ നമ്മുടെ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ, ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയായിട്ട് മാറും, അപ്രോക്സിമേറ്റ്ലി 0 ആയിട്ട് മാറും. അല്ലെ, നമ്മൾ അതല്ലേ പറയുന്നത്, കറണ്ട് ഫ്രീ ഫ്ലോ ആയിട്ട് പോയാൽ അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ 0 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഷുഡ് ബി ഈക്വൽ ടു എന്താണ്, ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി സി അല്ലേ. അപ്പൊ വി സി 0 ആയാൽ വി ഔട്ട് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. മനസ്സിലായി? അപ്പൊ വി നോട്ട് 0 ആയിട്ട് മാറും, കാരണം വി സി 0 ആണ്. അതായത് ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ആർ ഗ്രേറ്റ്ലി അറ്റന്യൂവേറ്റഡ്. വാട്ട് ഇസ് അറ്റന്യൂവേഷൻ എന്ന് പറയുന്നത്, ഡീഗ്രേഡഡ്, ഇല്ലാണ്ടാവുന്നു, അതാണ് അറ്റന്യൂവേഷൻ. മനസ്സിലായോ? സോ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് എ ലോ പാസ് ഫിൽറ്റർ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. ഓക്കെ, ഹൈ പാസ് ഫിൽറ്ററിന്റെ നേരെ പാരലൽ അനലോഗിയാണ്. സോ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഫസ്റ്റ് ഓർഡർ ആർ സി ലോ പാസ് ഫിൽറ്ററിന്റെ ഓപ്പറേഷൻ നമ്മളിപ്പോൾ പറയുന്നത് കൺട്രോൾ ചെയ്ത് പറയുന്നേ ഉള്ളൂ. ലോ ഫ്രീക്വൻസിയിലാവുമ്പോൾ കപ്പാസിറ്റർ ബിഹേവ്സ് ലൈക്ക് ഓപ്പൺ സർക്യൂട്ട് ആണ്. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് അപ്പിയേഴ്സ് അക്രോസ് എ കപ്പാസിറ്റർ. സോ ദ ഔട്ട്പുട്ട് ഇസ് നിയർലി ഈക്വൽ ടു ദ ഇൻപുട്ട് ആണ്. ഓക്കെ, വി ഔട്ട് വിൽ ബി നിയർലി ഈക്വൽ ടു വി ഇൻപുട്ട് വരും. സെക്കൻഡ് കേസിൽ ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ കപ്പാസിറ്റർ ബിഹേവ്സ് ലൈക്ക് ഷോർട്ട് സർക്യൂട്ട്, ഇവിടെ ഓപ്പൺ സർക്യൂട്ട്. സിഗ്നൽ ഇസ് ബൈപാസ് ടു ഗ്രൗണ്ട് ഡയറക്ട്ലി പോവും. അതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി നിയർലി ഈക്വൽ ടു 0 ആവും. മനസ്സിലായോ? സോ ദിസ് ഇസ് ദ ഫംഗ്ഷനിങ്. നമ്മുടെ ലോ ഫ്രീക്വൻസിനെ മാത്രം കടത്തി വിടുന്നുണ്ട്, ഹൈ ഫ്രീക്വൻസിനെ ബ്ലോക്ക് ചെയ്യുന്ന ഫിൽറ്റർ ആണ് ലോ പാസ് ഫിൽറ്റർ. ക്ലിയർ? ഓക്കെ, സോ ദിസ് ഇസ് എ ഫസ്റ്റ് ഓർഡർ ആർ സി ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജസ്റ്റ് ലൈക്ക് ദ കേസ് ഓഫ് ഹൈ പാസ് ഫിൽറ്റർ പഠിക്കാം. സി ഫോർ എ സി അനാലിസിസ് നമ്മൾ ഈ പഠിക്കുന്ന ഫിൽറ്റേഴ്സ് എല്ലാമേ നമ്മൾ ചെയ്യുന്നത്, ഓക്കെ, വി വിൽ ബി ലേണിംഗ് ഇൻ ദ കേസ് ഓഫ് എ സി ആണ്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എ സി ഇൻപുട്ട് ആണ്. കാരണം ഞാൻ പറഞ്ഞു, ഈ ഓരോ ഫിൽറ്ററിന്റെ ഇൻപുട്ടിൽ ഞാൻ സൈൻ ആണ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ക്വയർ വേവോ ട്രയാങ്കുലർ ഒക്കെ വരയ്ക്കുന്നെങ്കിൽ ഇതെല്ലാം ബേസിക്കലി എന്താണ്, ഇതെല്ലാം സൈനസോയിഡൽ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. മനസ്സിലായി? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്, ഡി സി അല്ല. ഒന്നും ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് അല്ല, എല്ലാം വേരിയിങ് ആണ്. സോ നമ്മൾ ഡീൽ ചെയ്യുന്നതെല്ലാം എ സി ഇൻപുട്ട് വെച്ചായതുകൊണ്ട് ഇതെല്ലാം എ സി അനാലിസിസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ എ സി ആയതുകൊണ്ടാണ് നമുക്ക് ട്രാൻസിയന്റ് സ്റ്റഡി ഒക്കെ വരുന്നതിനുള്ള കാരണം. ഓക്കെ, ഇനി നമ്മൾ എ സി അനാലിസിസ് ആയതുകൊണ്ട് നമുക്ക് റെസിസ്റ്ററിന്റെ ഇംപെഡൻസിനെ ZR ഈക്വൽ ടു R എന്ന് പറയാം, അല്ലെ? ZR സഫിക്സ് R എന്ന് പറയുന്നത് റെസിസ്റ്ററിന്റെ അക്രോസ് ആയിട്ടുള്ള ഇംപെഡൻസിനെ എനിക്ക് റെസിസ്റ്റർ ഇംപെഡൻസ് ഈക്വൽ ടു R എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ഇംപെഡൻസ് എന്താണ്, ZC ഈക്വൽ ടു 1/jωc. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നു. എന്നാൽ നമ്മൾ എഗെയിൻ പറയുന്നുണ്ട്, കാരണം ഈ സർക്യൂട്ട് എടുത്തിട്ട് നമുക്ക് ഈ KVL ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ലൈക്ക് പ്രീവിയസ് കേസ് നമ്മൾ ഹൈ പാസ് ഫിൽറ്റർ നമ്മൾ കറണ്ടിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു അല്ലേ. ഡിറൈവ് ചെയ്തിട്ട് നമ്മൾ ഈ വി നോട്ട് എന്ന് പറയുന്നത് അക്രോസ് ഈക്വൽ ടു വി സി എൻ അല്ലേ. അതായത് വി സി എന്ന് പറയുന്ന കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ ഞാൻ വി സി എന്ന് പറഞ്ഞാൽ ദാറ്റ് വി സി വിൽ ബി ഈക്വൽ ടു I ഇൻറ്റു R എന്നല്ലേ വരണ്ടേ. അപ്പൊ R എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, കപ്പാസിറ്റർ തന്നെയാണ് അല്ലെ. കപ്പാസിറ്ററിന്റെ ഇംപെഡൻസ് തന്നെയാണ് വരേണ്ടത്. വി ഈക്വൽ ടു I ഇൻറ്റു ആറിന് വരും I ഇൻറ്റു ZC. ഓംസ് ലോ അല്ലേ, ഡയറക്റ്റ് ഓംസ് ലോ എടുത്തേ. മനസ്സിലായി? അപ്പൊ ഇത് ബേസിക്കലി ഞാനിപ്പോ എഴുതിയത് എന്താണ്, ഇതെങ്ങനെയാണ് ഇക്വേഷൻ എഴുതിയത്, എന്തിനാ എഴുതിയത്? സോ ഇവിടെ ഈ വി നോട്ട് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എന്താണ്, ഇത് വഴി ഒരു കറണ്ട് ആയി പാസ് ചെയ്യുന്നുണ്ട്, ഈ മെഷ് വഴി ഒരു കറണ്ട് ആയി പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ കറണ്ട് തന്നെ ആയിരിക്കും നമ്മൾ ഈ മെഷ് വഴി പാസ് ചെയ്യുന്നത് അല്ലേ, സെയിം തന്നെ ആയിരിക്കും. അതായത് ഈ കറണ്ട് ഇതുവഴിയും പാസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇവിടെ നോക്കിയാൽ അത് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ മെഷ് എടുത്തിട്ട് ഇവിടെ നിന്നും നമുക്ക് VI VR VC കമ്പോണൻസ് ഉണ്ടെങ്കിൽ അത് KVL നമ്മുടെ ഇക്വേഷൻ എഴുതി അവിടെ നിന്ന് എനിക്ക് I എന്ന് പറയുന്ന കറണ്ട് ഇക്വേഷൻ കണ്ടുപിടിച്ച് നമ്മൾ എഴുതി വിചാരിച്ചു. ഓക്കെ, I ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതുന്ന കറണ്ടിന്റെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും, ദാറ്റ് കറണ്ട് I വാസ് ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് ബൈ R പ്ലസ് 1/jωc എന്ന് കിട്ടിയിരുന്നു അല്ലെ. ദിസ് വാസ് ഇക്വേഷൻ നമ്പർ 1 വി ഗോട്ട് ഇനീഷ്യലി. HPF ഇവിടെ സെയിം ആണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ആ കറണ്ട് I എനിക്ക് അറിയാം, ഈ കറണ്ട് അറിയാം, ഈ I വാല്യൂ എനിക്ക് അറിയാമെങ്കിൽ ഈ ബ്രാഞ്ച് വഴി പോകുന്ന ഇത് ബ്രാഞ്ചിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് VC എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ദാറ്റ് VC? VC ഷുഡ് ബി ഈക്വൽ ടു എന്ന് പറയുന്നത് ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് I ടൈംസ് ഈ കപ്പാസിറ്ററിന്റെ ഇംപെഡൻസ് ZC അല്ലേ. സോ VC ഷുഡ് ബി ഈക്വൽ ടു I ഇൻറ്റു ZC ആണ് ഓംസ് ലോ. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്.
ഇനി എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഐക്ക് പകരം വി ഇൻ ഇൻറ്റു സെഡ് സി. വാട്ട് ഇസ് സെഡ് സി എന്ന് പറയുന്നത് 1/j⍵c ബൈ എന്ത് വരും, ആർ പ്ലസ് 1/j⍵c എന്ന് വരും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, വി സി ഈക്വൽ ടു വി എന്ന് കിട്ടിയില്ലേ. ആൻഡ് വി നോ ദാറ്റ് കപ്പാസിറ്റർ വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ വി സി ഈക്വൽ ടു V0 എന്ന് എഴുതാം. അതായത് V0 ഈക്വൽ ടു വി ഇൻ ഇൻറ്റു ഇങ്ങനെ എക്സ്പ്രഷൻ കിട്ടിയില്ലേ, അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്, ഡയറക്റ്റ്ലി എഴുതിയേക്കുന്നത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും വേറെ ഏത് മെറ്റീരിയൽ എടുത്താലും ഇതിങ്ങനെ ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് എഴുതിക്കുള്ളൂ. പക്ഷേ ഇന്റേണലി ഇങ്ങനെയാണ് അത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സ്പ്രഷൻ കിട്ടി അല്ലെ, വി നോട്ട് ഇക്വൽ ടു വി എൻ. ഈ രണ്ട് സൈഡിൽ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ വി ഐ വെച്ച് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ഡിവൈഡിങ് ബോത്ത് സൈഡ്സ്. അതായത് ഇവിടെയും ഡിവൈഡ് ബൈ വി ചെയ്യുക, ഇവിടെയും ഡിവൈഡ് ബൈ വി ഇൻ ചെയ്താൽ ഇവിടെ വി എൻ വിൻ ക്യാൻസൽ ആവും. സോ വി നോട്ട് ബൈ വി ഐ ഈക്വൽ ടു 1/j⍵c ബൈ ആർ പ്ലസ് 1/j⍵c. ആൻഡ് ദിസ് റേഷ്യോ, ഇതാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ദിസ് സ്റ്റഫ് ഇസ് കോൾഡ് ആസ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്ന എക്സ്പ്രഷൻ അല്ലെ. ദിസ് ഇസ് യുവർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, is the ratio between input to output, v in by v out by v in അല്ലെ, ഔട്ട്പുട്ട് ഇൻപുട്ട്, റൈറ്റ്. അപ്പൊ ഇതിന് നമുക്ക് ഇനി LCM എടുത്തിട്ട് എന്താക്കാം, LCM എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ HPF ചെയ്ത പോലെ തന്നെ 1/1 പ്ലസ് j⍵RC കിട്ടി. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, ആബ്സലൂട്ട് വാല്യൂ ഓഫ് h(j⍵c) again സെയിം വേ, ന്യൂമറേറ്ററിൽ നമ്മൾ സ്ക്വയർ റൂട്ട് സ്ക്വയർ എടുക്കുക, ഡിനോമിനേറ്ററിലും ദ ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഇൻഡിവിജ്വൽ സം സ്ക്വയർ എടുത്താൽ മതി. അപ്പൊ എന്ത് കിട്ടും നമുക്ക്, മുകളിൽ 1 താഴെ സ്ക്വയർ ഓഫ് 1 സ്ക്വയർ പ്ലസ് ω(RC) ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ദിസ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ദിസ് ഇസ് ഓൾസോ കോൾഡ് ആസ് ദ ഗെയിൻ അല്ലെ. ഗെയിൻ എന്ന് പറയുന്നതും മാഗ്നിറ്റ്യൂഡ് ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. കട്ട് ഓഫ് ഫ്രീക്വൻസി ഇവിടുത്തെ കേസിലും കട്ട് ഓഫ് ഫ്രീക്വൻസി നമ്മൾ FC എന്ന് പറയുന്നത് 1/2πRC തന്നെയാണ് ഇക്വേഷൻ. അതെങ്ങനെ കിട്ടുന്നത് ഇക്വേഷൻ, അതിൽ നമ്മൾ ആബ്സലൂട്ട് വാല്യൂ ഓഫ് h(j⍵) എന്ന് പറയുന്ന ടേമിനെ നമ്മൾ എങ്ങനെ ഇക്വേറ്റ് ചെയ്യും, 1/√2 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും അല്ലെ. 1/√2 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ FC-യുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് സെയിം ആസ് HPF-ന്റെ ഡെറിവേഷൻ ആണ്, സെയിം തിങ്. ഇവിടെയും നമുക്ക് FC ഈക്വൽ ടു 1/2πRC കിട്ടും. അത് ഇതിന് ശേഷമാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ കിട്ടിയാൽ നമുക്ക് ഫോർ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് F അനലൈസ് ചെയ്യാം. എന്നാൽ സി ഇന്റർപ്രിട്ടേഷനിൽ, അതായത് ഫ്രീക്വൻസി അനാലിസിസ് ഒക്കെ ചെയ്യുന്നത് F ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളിപ്പോ ഗ്രാഫ് എടുത്താൽ ഫ്രീക്വൻസി F ഈക്വൽ ടു 0 ഉണ്ട്, FC ഉണ്ട്, ഗ്രേറ്റർ ദാൻ FC ഉണ്ട് അല്ലെ. F ഈക്വൽ ടു 0 വാട്ട് ഹാപ്പൻസ്, ഒമേഗ ഈക്വൽ ടു 2πf ആണ്. ഒമേഗ ഈക്വൽ ടു 2πf ആയതുകൊണ്ട് F 0 ആയാലും ഒമേഗ 0 ആയിരിക്കും. ആൻഡ് വി നോ ദാറ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ നമ്മുടെ ഗെയിൻ അല്ലെ, ഗെയിൻ എന്ന് പറയുന്നത് ആബ്സലൂട്ട് വാല്യൂ ഓഫ് H ആണ്. അതെന്തായിട്ട് മാറും, 1 ഇക്വേഷൻ നോക്കിയേ, 1 ഒമേഗയുടെ വാല്യൂ ഇവിടെ 0 ആയാൽ 1/√1 ആവും. ദാറ്റ് ഇസ് 1 തന്നെ ആവും അല്ലെ, 1 തന്നെ ആവും. അപ്പൊ 1 ആണെങ്കിൽ ദിസ് H ഇസ് ആക്ച്വലി ഈക്വൽ ടു എന്താണ്, V0/V അല്ലേ, V in അല്ലേ. അപ്പൊ H ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ V0 will be equal to V in ആവും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, സോ അതുകൊണ്ട് ഫ്രീക്വൻസി 0 ആവുന്ന ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ V0/V in എന്ന് പറയുന്ന ആ റേഷ്യോ അല്ലെങ്കിൽ ദാറ്റ് ഇസ് ഗെയിൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഇറ്റ് ബിക്കംസ് എ മാക്സിമം വാല്യൂ 1 ആയിട്ട് മാറും. മനസ്സിലായോ? ആൻഡ് അപ് ടു FC വരെ അത് അതുപോലെ നിൽക്കണം, എന്നിട്ട് അതിന് ശേഷം പറയും. ഇങ്ങനല്ലേ ഗ്രാഫ് വരേണ്ടത്, ലോ പാസ് ഫിൽട്ടർ, ഇവിടെ പാസ് ബാൻഡ്, ഇത് സ്റ്റോപ്പ് ബാൻഡ്. പക്ഷെ ഐഡിയലി ഇങ്ങനെ വരും, പ്രാക്ടിക്കലി എങ്ങനെ വരും, ഇങ്ങനെയാണ് ഗ്രാഫ് വരേണ്ടത്. എന്നിട്ട് അപ്പൊ ആ ടൈമിൽ ഔട്ട്പുട്ട് ഇൻപുട്ടും സെയിം ആണ് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ. ഓക്കെ, ഇനി വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് കേസിൽ, കട്ട് ഓഫ് ഫ്രീക്വൻസി. കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ദിസ് ഇസ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി, ഇസ് ദ പർട്ടിക്കുലർ ഫ്രീക്വൻസി അറ്റ് വിച്ച് എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ റീച്ച് 70.7% ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് 70.7% ഓഫ് ഇൻപുട്ട് ആവുന്ന ഒരു മൊമെന്റ്, ഈ ഒരു വാല്യൂ ഇല്ലേ, ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ദിസ് വാല്യൂ ഇസ് കോൾഡ് ആസ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി. ആ കട്ട് ഓഫ് ഫ്രീക്വൻസി നമ്മൾ -3 dB എന്ന് പറയാറുണ്ട്. കാരണം എന്താണ്, കാരണം കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എത്രയായിരിക്കും, വിൽ ബി 0.5 ടൈംസ് ഇൻപുട്ട് പവർ, അല്ലെങ്കിൽ ഡെസിബിൾസിൽ കൺവേർട്ട് ചെയ്താൽ ഔട്ട്പുട്ട് പവർ ഈക്വൽ ടു -3 dB ടൈംസ് ഇൻപുട്ട് പവർ ആണ്. അത് എപ്പോഴാണ് നടക്കുന്നത്, ഈ കട്ട് ഓഫ് ഫ്രീക്വൻസിയിലാണ്. മനസ്സിലായോ? ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് വിൽ ബി -3 dB ടൈംസ് ഇൻപുട്ട് പവർ ആയതുകൊണ്ടാണ് അതിന് 3 dB ഫ്രീക്വൻസി എന്ന് പറയാൻ കാരണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ വരുന്ന സമയത്ത് നോക്കിയേ, ω(RC)യുടെ വാല്യൂ 1 ആയിട്ട് മാറും. ആൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിൽ ബി 1/√2 ഈക്വൽ ടു 0.707 ആവും. കറസ്പോണ്ട്സ് ടു ദ -3 dB പോയിന്റ് ആവും. അതുപോലെ H(j⍵)
പകരം ജെ ഒമേഗ സി ആവും, കാരണം കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ 1/√2 = 0.707. അപ്പോൾ വി നോട്ട് = 0.707 ടൈംസ് വി ഐ. സെയിം തിങ് അല്ലേ, HPF പോലെ തന്നെ കിട്ടി. ഇനി ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ ഒമേഗ ആർ സി ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ = 1/√1 + ഒമേഗ ആർ സി അല്ലേ. അതിൽ ഒമേഗ ടെൻസ് ടു ഇങ്ങനെ വരും, നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് H = 1/√1 + ഒമേഗ ആർ സി സ്ക്വയർ. അതിൽ ഒമേഗ ഇൻഫിനിറ്റി ആകുമ്പോൾ 1/√1 + ഇൻഫിനിറ്റി സ്ക്വയർ ഇസ് ഇൻഫിനിറ്റി. 1/∞ = എന്താവും, 0 ആയിട്ട് മാറും. ദാറ്റ് ഇസ് H = 0 ആയിട്ട് മാറും. H is equal to 0 ആണെങ്കിൽ this is equal to V0/VA അല്ലേ. ദാറ്റ് ഇസ് equal to 0 എങ്കിൽ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും, 0 ആയി പോകും. അതായത് ഫ്രീക്വൻസി ഹൈ ആകുമ്പോൾ ഔട്ട്പുട്ട് എന്തായിട്ട് മാറി, 0 ആയി പോയി. ഇതാണ് ഫ്രീക്വൻസി വെച്ചിട്ടുള്ള അനാലിസിസ്. ആൻഡ് ഫൈനലി നമ്മൾ മാറ്റ്ലാബിലെ ഏരിയയിൽ എടുത്തിട്ട് നിങ്ങൾ ഇതൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റെസ്പോൺസ് കിട്ടും. കണ്ടോ, ഇത് നമ്മുടെ ദിസ് ഇസ് ഫ്രീക്വൻസി ആൻഡ് ദിസ് ഇസ് യുവർ ഇൻ ഡി ബി ആണ്. കണ്ടോ, ഈ സ്കെയിൽ DB ആണ്. ആൻഡ് ഈ പ്ലോട്ടിന് നമ്മൾ സെമി ലോഗ് ഷീറ്റിലാണ് ആക്ച്വലി വരയ്ക്കുന്നത്. ദിസ് കോൾഡ് ആസ് എ സെമി ലോഗ് ഗ്രാഫ് ഷീറ്റ് ആണ് കേട്ടോ, ഗ്രാഫ് ഷീറ്റിലാണ് വരയ്ക്കുന്നത്. ആൻഡ് ഈ പ്ലോട്ടിനെ ആക്ച്വലി നമ്മൾ പറയുന്ന പേര് നമ്മൾ ബോഡേ പ്ലോട്ട് എന്നൊക്കെയാണ് പറയുന്നത് ബേസിക്കലി. മനസ്സിലായത്, പ്ലോട്ട് ഡ്രോൺ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് ദ ഗെയിനാണ് നമ്മൾ ഇതിനെ ബോഡേ പ്ലോട്ട് എന്ന് പറയാറുള്ളത്. നിങ്ങൾ ശരിക്കും ഇതിനെ പറ്റി നിങ്ങൾ ഇനി S5 എത്തുമ്പോഴേക്കും കൺട്രോൾ സിസ്റ്റം എന്ന സബ്ജക്ട് പഠിക്കും. അവിടെ നമ്മൾ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ ബോഡി പ്ലോട്ട് വെച്ച് എങ്ങനെ ഒരു സിസ്റ്റമിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക, കാരണം ഇത് ആവശ്യമുള്ള സ്റ്റെപ്പാണ്. ഓക്കെ, ഫ്രീക്വൻസി വേഴ്സസ് ഗെയിനാണ് നമ്മൾ ബോഡി പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് ഷീറ്റ്, നമ്മൾ ഇത് വരയ്ക്കുന്ന ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ സെമിലോ ഗ്രാഫ് ഷീറ്റ് എന്ന് പറയും. നമ്മുടെ സാധാരണ ഗ്രാഫ് പോലെയല്ല, അതിന്റെ സ്കെയിൽസിലൊക്കെ ഡിഫറൻസ് വരും. കാരണം നിങ്ങൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന ലാബിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഷീറ്റാണ്. അപ്പൊ അതിൽ -3 dB ഒക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടായിരിക്കും കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഇതൊക്കെ നിങ്ങളുടെ ലാബ് എക്സ്പെരിമെന്റ്സും കൂടെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്, ഫ്രീക്വൻസി ഗെയിന് ഔട്ട്പുട്ട്. ഫ്രീക്വൻസി 0 ആയിരുന്ന ടൈമിൽ എന്ത് പറ്റി, ഗെയിന് 1 ആവുന്നുണ്ട്. അപ്പൊ ഔട്ട്പുട്ട് V0 = Vin ആവുന്നുണ്ട്. അതുപോലെ ഫ്രീക്വൻസി കട്ട് ഓഫ് ഫ്രീക്വൻസി ഇവിടെ ആയ സമയത്ത് എന്ത് പറ്റുന്നുണ്ട്, ഗെയിന് 0.707 ആയിട്ട് മാറുന്നുണ്ട്. കണ്ടോ, ഇവിടുത്തെ വാല്യൂ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ പ്ലോട്ട് ചെയ്താൽ ദിസ് വിൽ ബി -3 dB വരും. ഇത് DB ആക്സസ് ആയതുകൊണ്ട് ഇവിടെ -3 dB വരും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ലാബിലൊക്കെ ചെയ്യുന്നത് ആക്ച്വലി ശരിക്കും ഈ ഗ്രാഫ് വരയ്ക്കും, പ്ലോട്ട് വരച്ചിട്ട് നിങ്ങൾ ഇവിടെ -3 dB കണ്ടുപിടിക്കും. -3 dB വാല്യൂ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ട് അത് ഇങ്ങനെ ട്രേസ് ചെയ്ത് അതിനെ നേരെ താഴോട്ട് കൊണ്ടുവന്ന് ഈ ഫ്രീക്വൻസിയാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? സോ അതാണ് കണ്ടുപിടിക്കുന്നത്. ആ ടൈമിൽ V0 = 0.707 VI. അതുപോലെ നമ്മൾ ഫ്രീക്വൻസി ടെൻസ് ടു ഇൻഫിനിറ്റി ഇങ്ങോട്ട് പോകുമ്പോഴേക്കും എന്ത് പറ്റുന്നുണ്ട്, നമ്മുടെ ഗെയിൻ്റെ വാല്യൂ കൊണ്ട് കുറഞ്ഞ് 0 ആയിട്ട് പോകുന്നുണ്ട്. സോ വി ഔട്ട് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറുന്നുണ്ട്. സോ ദിസ് ഇസ് ഹൗ യു അനലൈസ് ലോ പാസ് ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ഈ ഒരു അനാലിസിസും ആസ് എ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇറ്റ് ഇസ് ലെസ്സർ ബിക്കോസ് അത് ഡയറക്ട്ലി ഒരു അനാലിസിസ് ആയി പോകും, സംതിങ് ലൈക്ക് ഒരു ഡെറിവേഷൻ ആയി പോകും. പക്ഷെ അങ്ങനെ ചോദിക്കുന്ന ചാൻസ് കുറവാണ്. പക്ഷെ ചോദിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എ ലോ പാസ് ഫിൽറ്റർ നിങ്ങൾ ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഇത്രയും ഡെറിവേഷൻ നിങ്ങൾ ചെയ്യണം. മനസ്സിലായോ? നമ്മൾ ലോ പാസ് RC നമ്മുടെ ലോ പാസ് ഫിൽറ്റർ വരച്ചിട്ട് അവിടെ നിന്ന് KVL ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതിന്റെ എടുത്തിട്ട് നമ്മൾ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഗെയിൻ കണ്ടുപിടിക്കുക, ഗെയിനിന് കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ അനാലിസിസ് പറയുക, ഈ ഓരോ റേഞ്ചിലും ഈ ഫ്രീക്വൻസിയിൽ വരുന്ന മാറ്റങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്റർപ്രിട്ടേഷൻ എഴുതുക, ഈ ഗ്രാഫ് വരയ്ക്കുക. ഇത്രയും ചെയ്താൽ ആ ഒരു 7 മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ സാധാരണ ഇപ്പൊ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ഈ അനാലിസിസ് പാർട്ട് അവരൊരു 4 മാർക്കിനും ചോദിച്ചു, പിന്നെ 2 മാർക്കിന് ഒരു 4 മാർക്കല്ലേ, അപ്പൊ നിങ്ങൾക്ക് ബാക്കി ഒരു 5 മാർക്കിന് വേണ്ടിയിട്ട് ഒരു ന്യൂമറിക്കലാണ് ചോദിക്കുന്നത്. അപ്പൊ 4+5 മാർക്കാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ടത് ചോദിച്ചാൽ. ഓക്കെ, അപ്പൊ ദാറ്റ് ഇസ് വൺ തിങ്. അപ്പൊ ഇനി നമ്മൾ ലോ പാസ് ഫിൽറ്റർ പഠിച്ചാൽ ഓൾസോ അതിന്റെ കൂടെ എന്തും കൂടെ പഠിക്കേണ്ടി വരും, നമുക്കിതിന്റെ സ്റ്റെപ്പ് റെസ്പോൺസും കൂടെ പഠിക്കേണ്ടി വരും. അതായത് സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ് ലോ പാസ് ഫിൽറ്റർ ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, സ്റ്റെപ്പ് റെസ്പോൺസ് വെച്ച മീനിങ് എന്താണ്, എനിക്കൊരു ഹൈ പാസ് ഫിൽറ്റർ ഉണ്ട്, അതിന്റെ ഇൻപുട്ട് സൈഡിലേക്ക് ഞാനൊരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്താൽ എനിക്ക് എന്താ സംഭവിക്കുന്നേ എന്നാണ് ഞാൻ അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, വി ഹാവ് എ സർക്യൂട്ട്. സർക്യൂട്ട് ഒന്നും കൂടെ വരയ്ക്കുകയാണ്. നമുക്ക് ഇവിടെ എന്താ വരുന്നേ, റെസിസ്റ്റർ വരും ആൻഡ് ഇവിടെ കപ്പാസിറ്റർ വരും ആൻഡ് ഇവിടെ ഔട്ട്പുട്ടും വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ ഞാൻ ഇൻപുട്ട് സൈഡിൽ ഒരു സ്റ്റെപ്പ് സിഗ്നൽ കൊടുക്കുകയാണ് അല്ലേ. സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 0 ആൻഡ് ഗോസ് അപ് ടു ഇൻഫിനിറ്റി ലൈക്ക് ദിസ് വിത്ത് എ കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് A. സോ ദിസ് ഇസ് ആംപ്ലിറ്റ്യൂഡ് ആക്സസ് വേഴ്സസ് ടൈം ആക്സസ് ആയിട്ട് ഞാൻ പറയാണ്.
ക്ലിയർ? ഓക്കെ. അപ്പൊ അങ്ങനെ ഒന്ന് ഈ ഒരു സിഗ്നൽ ഞാൻ ഇവിടെ ഇൻപുട്ട് ആക്കി കൊടുത്തു. അതായത് ഈ രണ്ട് ടെർമിനൽസിന്റെ അക്രോസ് ആയിട്ട് കൊടുത്തപ്പോൾ എന്ത് പറ്റുന്നുണ്ട്? നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുന്നത്? ഇനീഷ്യലി ഞാൻ ആദ്യം എന്ത് പറയും? ടി ഈക്വൽ ഇത് കൊടുത്ത ആ ഒരു മൊമെന്ററി പോയിന്റ് ഇല്ലേ, ആ പോയിന്റ് 0 ആണ്. അതിന് തൊട്ട് മുന്നേ 0 മൈനസ്, തൊട്ട് ശേഷം 0 പ്ലസ് എന്ന് പറഞ്ഞാൽ 0 മൈനസ് എന്ന് പറഞ്ഞ ടൈമിൽ ഞാൻ ഇൻപുട്ട് കൊടുത്തിട്ടില്ല. 0 എന്ന് പറഞ്ഞ മൊമെന്റിൽ ഒരു ഇൻപുട്ട് കൊടുത്തു. മനസ്സിലായി? അപ്പൊ ഇൻപുട്ട് കൊടുത്ത ഉടനെ എന്ത് പറ്റും? ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് സിഗ്നൽ വരും അല്ലെ? ആൻഡ് ആ ടൈമിൽ കപ്പാസിറ്റർ ഇനീഷ്യലി വേറെ ഒന്നുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എങ്ങനെയാവും? 0 ആവും. അതായത് ഈ 0 എന്ന് പറയുന്ന മൊമെന്റിലാണ് നമ്മൾ ഈ ഇൻപുട്ട് കൊടുത്തതെങ്കിൽ അതിന് തൊട്ട് മുന്നുള്ള ഇൻസ്റ്റന്റ് ആണ് 0 മൈനസ് എന്ന് പറയുന്നത്. സോ ആ ടൈമിലുള്ള കപ്പാസിറ്റർ വോൾട്ടേജ് ആണ് VC(0 മൈനസ്) എന്താവും? 0 ആവും അല്ലെ? എന്നിട്ട് അടുത്ത മൊമെന്റ് 0 എന്ത് പറ്റുന്നുണ്ട്? ഞാനൊരു ഇൻപുട്ട് അപ്പൊ തന്നെ കൊടുക്കുന്നുണ്ട്. കണ്ടോ? 0 എന്ന് പറയുന്ന മൊമെന്റിൽ അപ്പൊ തന്നെ ഒരു ഇൻപുട്ട് കൊടുത്താൽ വി നോ ദാറ്റ് കപ്പാസിറ്റർ കനോട്ട് ചേഞ്ച് ഇറ്റ്സ് വോൾട്ടേജ് ഇൻസ്റ്റന്റേനിയസ്ലി. പെട്ടെന്ന് മാറില്ല. ഇത് നമ്മൾ ഫസ്റ്റ് ലെക്ചറിൽ പഠിച്ചായിരുന്നു. റീസണിങ് മൊത്തം ഞാൻ പഠിപ്പിച്ചായിരുന്നു അല്ലെ, എന്തുകൊണ്ട് എങ്ങനെ വരുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം 0 മൈനസില് കപ്പാസിറ്റർ വോൾട്ടേജ് 0 ആയിരുന്നു. എന്നാൽ അടുത്ത സെക്കൻഡിൽ 0 ആയാലും കപ്പാസിറ്റർ വോൾട്ടേജ് മാറില്ല. 0 പ്ലസിലായാലും കപ്പാസിറ്റർ വോൾട്ടേജിൽ ഒരു മാറ്റം വരില്ല. കാരണം ഇതെല്ലാം തൊട്ടടുത്തടുത്ത് കിടക്കുന്ന ഇൻസ്റ്റൻസ് ആണ്. പെട്ടെന്ന് ഒരു കപ്പാസിറ്റർ നമ്മൾ സഡൻലി വോൾട്ടേജ് കൊടുത്തിട്ട് മാറണം എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യോ? ഇല്ല. അത് ഇവഞ്ച്വലിയേ ചാർജ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് ആ ചാർജ് ചെയ്യുന്നതാണ് കപ്പാസിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൺലി ഹാപ്പൻസ് വെരി സ്ലോലി ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താണ്? നമ്മുടെ ടൈം കോൺസ്റ്റന്റിനെ ടോ എന്ന് പറയുന്ന സാധനത്തിന് ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ അല്ലേ? ഓൾറൈറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയോളൂ, നമ്മൾ പറയുന്നുണ്ട് കപ്പാസിറ്റർ കനോട്ട് ചാർജ് ഇൻസ്റ്റന്റേനിയസ്ലി. അതുകൊണ്ട് VC(0 പ്ലസ്) എന്ന് പറയുന്നതും VC(0 മൈനസും) 0 ആയിരിക്കും അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് സ്വിച്ചിങ്. മനസ്സിലായോ? ഇനി ബിക്കോസ് ഔട്ട്പുട്ട് is taken across കപ്പാസിറ്റർ ആയതുകൊണ്ട് കപ്പാസിറ്റർ അക്രോസ് ആയിട്ട് നമ്മൾ ഔട്ട്പുട്ട് എടുത്തേക്കുന്ന V0 അല്ലെ? അപ്പം നമ്മൾ ഈ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്ത ഉടനെ കപ്പാസിറ്ററിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 0 ആയതുകൊണ്ട് ഈ ഔട്ട്പുട്ടിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്താവും? 0 ആവും. കാരണം V0 എന്ന് പറയുന്നത് ഈക്വൽ ടു VC ആണ്. അപ്പൊ VC 0 ആയതുകൊണ്ട് V0 0 ആയിരിക്കും. അപ്പൊ ദിസ് ഇസ് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് എന്താണ്? നമ്മൾ കൊടുത്ത ഉടനെ സ്റ്റെപ്പ് സിഗ്നൽ കൊടുത്ത ആ T ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇൻസ്റ്റന്റില് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമോ? കിട്ടില്ല. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ. ഇനി വാട്ട് ഹാപ്പൻസ്? നമ്മൾ ഈ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്ത് 0 പ്ലസ് കഴിഞ്ഞ് പിന്നെ സമയം പതുക്കെ കൂടി ടൈം ടെൻസ് ടു ഇൻഫിനിറ്റിയിലോട്ട് പോവാണ്. അതായത് ടൈം കുറച്ചായി, ആ സ്വിച്ചിങ് മൊമെന്റ് കഴിഞ്ഞു. T0 എന്ന് പറഞ്ഞ സ്വിച്ചിങ് മൊമെന്റ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും പിന്നെ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഇവിടുന്ന് വരുന്ന സിഗ്നലിൽ നിന്ന് പതുക്കെ ആ സിഗ്നലിന്റെ കറണ്ട് ചെയ്ത് നമ്മൾ ചാർജസ് അക്യൂമുലേറ്റ് ചെയ്ത് കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ചെയ്ത് തുടങ്ങും അല്ലെ? അങ്ങനെ കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോഴേക്കും കപ്പാസിറ്റർ അക്രോസ് ആയിട്ട് എന്ത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങും? പൊട്ടൻഷ്യൽ. ഇതിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. അങ്ങനെ വോൾട്ടേജ് കൂടി കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്? ബേസിക്കലി ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ചാർജ് ചെയ്ത് ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് A വോൾട്ടേജ് ആണെങ്കിൽ ഈ കപ്പാസിറ്ററും ചാർജ് ചെയ്ത് അവസാനം എന്ത് ചെയ്യും? A വോൾട്ട് എത്തുന്ന വരെ ചാർജ് ചെയ്യും. അതായത് ടൈം ടെൻസ് ടു ഇൻഫിനിറ്റി, ടൈം മാക്സിമം ടൈം എത്തുമ്പോഴേക്കും എന്ത് പറ്റുന്നുണ്ട്? കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ചെയ്ത് ഇവിടെ നമ്മൾ A എന്ന് പറയുന്ന വോൾട്ടേജിന്റെ അത്രയും ചാർജ് ആവും. മനസ്സിലായി? കാരണം കപ്പാസിറ്റർ അക്രോസ് ആയിട്ട് എന്താണോ വോൾട്ടേജ് കൊടുക്കുന്നത് അത്രയും എത്തുന്ന രീതിയിൽ ചാർജ് ചെയ്യും. എന്നിട്ട് ഈ ഇൻപുട്ട് വോൾട്ടേജ് മാറ്റിയാൽ എന്ത് ചെയ്യും? ഇത് ഡിസ്ചാർജ് ചെയ്യും. മനസ്സിലായി? അങ്ങനെയാണ് ഇതിന്റെ സൈക്കിൾ നടക്കുന്നത്. അപ്പൊ നോക്കിയേ, പിന്നെ ചാർജിങ്, കപ്പാസിറ്റർ ചാർജ് ആകുമ്പോൾ എന്ത് പറ്റും? കറന്റ് ഫ്ലോസ് ടു ദ റെസിസ്റ്റർ ആൻഡ് സ്റ്റാർട്ട് ചാർജിങ് ദ കപ്പാസിറ്റർ. അപ്പൊ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അപ്പൊ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ത് ചെയ്യും? പതിയെ കൂടും അല്ലെ? കപ്പാസിറ്റർ വോൾട്ടേജ് ഇങ്ങനെ പറയും, ഇത് ടൈം വേഴ്സസ് കപ്പാസിറ്റർ വോൾട്ടേജ് ആണെങ്കിൽ കപ്പാസിറ്റർ വോൾട്ടേജ് എന്ത് ചെയ്യും? ഇങ്ങനെ ഇത് ദിസ് ഇസ് VC വേഴ്സസ് ദിസ് ഇസ് ടൈം ആണെങ്കിൽ കപ്പാസിറ്റർ വോൾട്ടേജ് പതിയെ ഇങ്ങനെ കൂടി പോകും. ടൈം ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോഴേക്കും കപ്പാസിറ്റർ വോൾട്ടേജ് മാക്സിമം എത്തും. വാല്യൂ എത്രയായിരിക്കും? അത് നമ്മുടെ ടൈം യൂണിറ്റ് സ്റ്റെപ്പിന്റെ വാല്യൂ എത്രയാണ് കൊടുക്കുന്നത് അത്രയും A വോൾട്ട് ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? എന്നിട്ട് അപ്പോഴേക്കും എന്ത് ചെയ്യും? കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കൂടുമ്പോൾ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിന് എന്ത് പറ്റും? കുറയത്തല്ലേ ഉള്ളൂ. ആ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞിരുന്നത് നേരത്തെ. എങ്ങനെയാണ്? നമുക്ക് മൊത്തം അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, ഈ സ്റ്റെപ്പിന്റെ വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡ് 10 ആണെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇനീഷ്യലി കപ്പാസിറ്റർ വോൾട്ടേജ് 0 ആയി. അപ്പം ഈ 10 വോൾട്ടേജ് മൊത്തം ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് കാണും. പക്ഷെ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് 1 വോൾട്ട് ആവുമ്പോൾ 10 - 1 9 വോൾട്ടേജ് പിന്നെ റെസിസ്റ്ററിന് അക്രോസ് കാണും. കപ്പാസിറ്റർ 2 വോൾട്ടേജ് ആകുമ്പോഴോ ഇവിടെ 8 വോൾട്ടേ കാണും. കപ്പാസിറ്റർ 3 വോൾട്ട് ആകുമ്പോഴേക്കോ ഇത് 7 ആവും. അങ്ങനെ കപ്പാസിറ്റർ വോൾട്ടേജ് ഫൈനലി ഫുള്ളി ചാർജ് ചെയ്ത് 10 വോൾട്ട് ആകുമ്പോഴേക്കും
ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയായിട്ട് മാറും? ഇറ്റ് വിൽ ഓബിയസ്ലി ഗോ ടു 0. അതായത് കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആവുന്ന കണ്ടീഷനിൽ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്താവും? 0 ആവും. കാരണം ഇതൊരു ട്രേഡ് ഓഫ് അല്ലേ? ഇവിടെ ഒരു സാധനം ഉണ്ട്, അതാണ് സ്പ്ലിറ്റ് അക്രോസ് ദിസ് ആൻഡ് ദിസ് ആയിട്ട് മാറുന്നത്. മനസ്സിലായോ റേഷ്യോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഡിവിഷൻ ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. അപ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് കൂടിയാൽ റെസിസ്റ്റർ വോൾട്ടേജ് കുറയുന്നുണ്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസസ് ഗ്രാജുവലി. കാരണം എന്താണ്? കപ്പാസിറ്റർ ഇവിടെ ഉണ്ടെങ്കിൽ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത്. അപ്പൊ വി സി കൂടിയാൽ വി നോട്ട് കൂടും, വി നോട്ട് കുറഞ്ഞാൽ വി സി കുറയും. അങ്ങനെയാണ് റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ഔട്ട്പുട്ട് ഫോളോസ് ആ എക്സ്പൊണൻഷ്യൽ റൈസ്. മനസ്സിലായോ? കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ എക്സ്പൊണൻഷ്യലി അത് കൂടുന്നുണ്ട്. ആൻഡ് ഫൈനലി ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആയി ഫൈനൽ പോയിന്റിൽ എന്ത് പറ്റുന്നുണ്ട്? കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആയി അല്ലേ? ആഫ്റ്റർ എ വെരി ലോങ് ടൈം കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആവും. കപ്പാസിറ്റർ വോൾട്ടേജ് ബിക്കംസ് ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് എന്നാവും അല്ലെ? കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആയി അവസാനം എന്ത് പറ്റും? ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് പ്യുവർലി ഈക്വൽ ആവുമ്പോൾ സി കപ്പാസിറ്റർ വോൾട്ടേജ് വി സി അറ്റ് ഇൻഫിനിറ്റി എന്തായി മാറും? ഇൻപുട്ട് വോൾട്ടേജ് തന്നെ ആവും. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ടൈമിൽ ചാർജിങ് കറണ്ട് 0 ആവും. കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആയാൽ പിന്നെ എന്ത് ചെയ്യും? അതുവഴി കറണ്ട് പാസ് ചെയ്യുമോ കപ്പാസിറ്റർ വഴി? ഇല്ല. അപ്പൊ അതൊരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, അതാവുന്ന ടൈമിൽ എന്ത് പറ്റും? നമ്മുടെ സർക്യൂട്ടിൽ ഇങ്ങനല്ലേ വന്നേ, ഇവിടെ റെസിസ്റ്റർ ഉണ്ടായിരുന്നു, ഇവിടെ കപ്പാസിറ്റർ ഉണ്ടായിരുന്നു, ഇങ്ങനല്ലേ വന്നേ. അപ്പൊ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആയാൽ ഇതിന് അക്രോസ് ആയിട്ടുള്ള മാക്സിമം വോൾട്ടേജ് വരും. അപ്പൊ ഇതുവഴി കറണ്ട് പോവില്ല. അപ്പൊ ദിസ് വിൽ ബി ആക്ടിങ് ആസ് എ ഓപ്പൺ സർക്യൂട്ട്. അപ്പൊ സർക്യൂട്ട് ഇങ്ങനെ വരും. അതായത് ഇൻപുട്ടിലുള്ള വോൾട്ടേജ് മൊത്തം അതുപോലെ ഔട്ട്പുട്ടിലോട്ട് റീച്ച് ചെയ്യും. അതാണ് മീനിങ് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇതിന്റെ അനാലിസിസ് ആയിട്ട് പറഞ്ഞാൽ കപ്പാസിറ്റർ വോൾട്ടേജ് ഡ്യൂറിങ് ചാർജ് ചെയ്യുന്ന ടൈമിലുള്ള കപ്പാസിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് തന്നെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. കാരണം വി സി ഈക്വൽ ടു വി നോട്ട് ആണ് ഇവിടെ. സോ വി നോട്ട് ഓഫ് ടി ഈക്വൽ ടു വി ടൈംസ് ഓഫ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി ആണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അതിൽ ഈ ആർ സി എന്ന് പറയുന്നതാണ് നമ്മുടെ ടൈം കോൺസ്റ്റന്റ് വിച്ച് വിൽ ഡിറ്റർമൈൻ നമ്മുടെ സിസ്റ്റമിന്റെ സ്പീഡ്. ആർ സി എന്ന് പറയുന്ന ടൈം കോൺസ്റ്റന്റ് കൂടുതലാണെങ്കിൽ നമ്മുടെ സിസ്റ്റമിന്റെ സ്പീഡ് കുറയും. കാരണം അത് അത്രയും ടൈം കോൺസ്റ്റന്റ് ഇത്രയും ഉണ്ടെങ്കിലേ അത് ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് തീരുള്ളൂ. മനസ്സിലായോ? ഓക്കെ, ആൻഡ് ടൈം കോൺസ്റ്റന്റ് കുറഞ്ഞാൽ കപ്പാസിറ്റർ പെട്ടെന്ന് ചാർജിങ് ഡിസ്ചാർജിങ് ചെയ്യും. സോ സിസ്റ്റമിന്റെ സ്പീഡും അതിനനുസരിച്ച് കൂടും. സോ കപ്പാസിറ്ററിന്റെ ചാർജിങ് ഡിസ്ചാർജിങ് ടൈം അനുസരിച്ചാണ് സിസ്റ്റമിന്റെ സ്പീഡിനെ നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? ഫൈൻ. അപ്പൊ ഇവിടുത്തെ കേസിൽ നോക്കിയാൽ നമ്മുടെ ഇൻപുട്ട് സ്റ്റെപ്പ് സിഗ്നൽ ഇങ്ങനെ ആവുമ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? കൊടുക്കുന്ന ടൈമിൽ ഔട്ട്പുട്ട് ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ 0. പക്ഷെ പിന്നെ ഇൻപുട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. ടൈം ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എന്ത് പറ്റും? ഔട്ട്പുട്ട് വോൾട്ടേജ് ഗ്രാജുവലി എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്യും. Okay, so this is the graph. This is the input step signal and this is the output exponentially increasing signal we're getting. Appo this is the step response. Step input kodukkumbol response aanu ee graph. Clear alle? Okay. Appo ini namukku appo iduvare nammal endha padichadu? Low pass filter inde corresponding frequency response and its response to step response aanu ivide padichu narthiyadu. Alle? Ini namukku ivide padikkendathu endana rise time ennaanu. Okay, what is called as rise time? This is a very very important topic and ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ അവർക്ക് ചോദിക്കാൻ പറ്റും. അതായത് തിയററ്റിക്കലി ചോദിക്കുകയാണെങ്കിൽ derive the expression. This is question number 1. Okay, ഞാൻ previously കഴിഞ്ഞ ലെക്ചറിലും കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. But this is the next question. Derive the expression for the rise time of a low pass filter, low pass circuit and show how it is related to the 3 dB frequency.